നിങ്ങളുടെ നെറ്റ്വർക്ക് ഇപ്പോഴും ഇഴയുകയാണോ? വേഗം വിളിക്കൂ റോബിൻ കാവുങ്കലിനെ. വേഗം നെറ്റ്വർക്ക് ഒരിടയിലേക്ക് മാറ്റൂ. പറക്കൂ. റവറൻ മുൻഷി ബ്രോട്ട് യു ബൈ ഒരിടോ കുവൈത്ത്. ചായ തന്നെയല്ലേ, കഷായ വിഷം ഒന്നല്ലല്ലോ ഇത്. ബാക്കിയെല്ലാവരോടെ വെള്ളിയാഴ്ച രാവിലെ ഫാസ്റ്റിംഗ് പോകാനായിട്ട് റെഡി ആയിരിക്കുക. അതിനിടയ്ക്ക് അതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത്. വേണമെങ്കിൽ പെട്ടെന്ന് കുടിച്ച് കഴിഞ്ഞിട്ട് വാ. എടേ നീ ചൂടാകാതെ. ഇപ്പോഴത്തെ കാലത്തിൽ ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ചായയിലോ കഷായോ ഒക്കെ വിഷം കലക്കിയ തരുന്നത്. കെട്ടികളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. അതെ അതെ, സുഹൃത്തിനെ വീട്ടിൽ വിളിച്ചു വരുത്തി ജ്യൂസിന്റെ അകത്ത് വിഷം കലർത്തി കൊടുത്ത നാടാണ്. ഒരേ സ്കൂളിലും ഒരേ കോളേജിലും പഠിച്ചിട്ട് എന്ത് കാര്യം? ഇന്നത്തെ കാലത്ത് പിള്ളേരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് ശരിയാ. നമ്മള് എന്ത് വിശ്വസിച്ചാ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിലോട്ട് വിടുന്നത്? എന്റെ ദൈവമേ, എനിക്ക് ആരെയും വിശ്വാസമില്ല. അതെ അതെ, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ സ്കൂളിൽ എങ്ങനെ മനസ്സമാനത്തോടെ പിള്ളേരെ വിടുന്നത്? മയക്കുമരുന്ന് കൊടുത്ത് പിള്ളേരെ വലയിലാക്കുന്ന ഒരു റാക്കറ്റ്, പ്രേമിച്ച് വലയിലാക്കാനായിട്ട് പോകുന്ന വേറൊരു റാക്കറ്റ്. ഈ ലോകമൊക്കെ എങ്ങോട്ടാണോ പോകുന്നതെന്ന് മനുഷ്യർക്ക് ഒരു പിടുത്തമില്ല. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ കാലത്ത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും എട്ടിന്റെ പണി കിട്ടും. ഒരു കാലത്ത് സൈനൈഡ് കൊടുത്ത് ജോളിയുടെ വിശേഷങ്ങളായിരുന്നു കേട്ടോണ്ടിരുന്നത്. ഇപ്പൊ നാണ്ട് കിടക്കുന്നു കഷായത്തിൽ വിഷം കൊടുത്തോണ്ട്. എന്തൊരു കഷ്ടമാണെന്നോ. സൈനൈഡ് കൊലപാതകത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് കേരളത്തിലെ ഭർത്താക്കന്മാരാണ്. ഇപ്പൊ ജോളി എന്ന് പേര് കേട്ടാൽ പോലും ആൾക്കാർക്ക് പേടിയാണ്. ഈ കഷായത്തിൽ മായം കലർത്തുന്ന കാര്യം പറയുമ്പോഴാണ് ഇപ്പൊ വേറെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പോഴത്തെ ആത്മീയ ലോകത്ത് എല്ലാ കാര്യത്തിലും മായം കലർത്തിക്കൊണ്ടിരിക്കുക. വചനത്തിൽ മായം കലർത്തും, പാട്ടിൽ മായം കലർത്തും, ഉപദേശത്തിൽ മായം കലർത്തും. ഇനിയും വചനം പറയുന്നവരാണെങ്കിലോ അവരുടെ സൗകര്യത്തിനനുസരിച്ച് വചനങ്ങളെ വളച്ചൊടിക്കുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ആത്മീയ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സർവത്ര മായമാണല്ലോ. ഈ പണിയിൽ മായമാണ്. പെട്ടെന്ന് ചേർത്ത് വചനം എന്ന മായമില്ലാത്ത പാല് കൊടുക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി വചനത്തെ അട്ടിമറിക്കും. ഇപ്പം നാട്ടിൽ ലഭിക്കുന്ന വചനം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ലഭിക്കുന്ന പാല് പോലാണ്. അതെന്താ വെച്ചാ അത് വെള്ളമോ ജ്യൂസോ ഒക്കെ ആയിരിക്കും ഇപ്പം വചനത്തിനകത്ത്. ചിലരുടെയൊക്കെ ഭാവം കണ്ടു കഴിഞ്ഞാൽ കർത്താവ് അറിയിച്ചതാണ് വിചാരമാണ്. എന്നാ ചെയ്യണം? നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. നമ്മൾ കേൾക്കുന്ന എല്ലാ മണ്ഡലത്തിനും ആമേനും സ്തോത്രവും പറയും. കേൾക്കുന്ന എന്തെങ്കിലും ബൈബിളിനകത്തുണ്ടോ ബൈബിളിനകത്ത് ഇല്ലയോ എന്ന് പോലും നോക്കാൻ നമ്മൾ ബൈബിൾ പോലും തുറക്കാറില്ല. വരിക, കേൾക്കുക, പോകുക. നല്ലതാണെങ്കിലും എടുക്കാതിരിക്കുക. ദൈവത്തെ പേടിയുമില്ല, മനുഷ്യനെ ശങ്കയുമില്ല. വിനാശകാലയെ വിപരീത ബുദ്ധി. രാവിലെ വെള്ളമൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടായി പോകുന്നത്? നിങ്ങളോ പ്രയാണമൊന്നും വരികയില്ല. അറ്റ്ലീസ്റ്റ് പോകുന്നവരെങ്കിലും പോട്ടെ. കാരണം നമ്മുടെ തലമുറകളൊക്കെ നമ്മൾ ചെയ്യുന്ന കണ്ടു വേണ്ടേ പഠിക്കാൻ.